കടക്കാർ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇത് വിചിത്രമായി ഇതിൽ നിന്ന് ആര് രക്ഷിക്കും, ദുർഭഗമായ അവസ്ഥയിൽ നിന്ന് ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവേ റോമാലേഖനത്തിൽ 7:24 പറയണത് പരനേശ് മഹേശൻ മാത്രമാണ്. കർത്താവ് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളിപ്പോഴും ഈ പ്രഭാതത്തിൽ ഈ മക്കളെ എല്ലാം അങ്ങേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആശുപത്രിക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, ഓഫീസുകളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, പണം സമ്പാദിക്കുന്ന ബാങ്കിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, പണം വായ്പ വാങ്ങിക്കുന്ന ബന്ധുക്കളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, പരിചയക്കാരിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്. കർത്താവ് എല്ലാവരും സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡിനെ വൈഫിനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു, മക്കളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. 4 മക്കളും ക്രിസ്മസായിട്ട് 4 സ്ഥലത്തും 4 മാതാപിതാക്കന്മാർ മക്കളും 4 ഇടങ്ങളിലായിരിക്കുകയും കുടുംബത്തിൻ്റെ ആ ഒരു ഉറകണ്ണ ഉപ്പിൻ്റെ ഉറകട്ട പോയ പോലെ മോരിൻ്റെ പശു ചത്ത് മോരിലെ പുളിയും പോയെന്ന് പറഞ്ഞ പോലെ കുടുംബവും പോയി 4 വഴിക്കായി. കുടുംബത്തിൻ്റെ ആ പഴയകാല അനുഭവങ്ങളും പോയതുപോലെ മനസ്സുകൊണ്ട് നിശബ്ദമായ ദുഃഖം അനുഭവിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട് ഈശോയെ. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവ് ഭവനരഹിതരുണ്ട് ഈശോയെ. കാലത്തൊഴുത്ത് പോലെ തന്നെയുള്ള അവസ്ഥകൾ ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വീട് ഉണ്ട്, പക്ഷേ അത് പഴയതാണ്, അതൊന്ന് പുതുക്കാൻ പറ്റണില്ല, അത് റിപ്പയർ ചെയ്യാൻ പറ്റണില്ല.